പുനർജന്മം. എം.ഒ. ജോസഫ് നിർമ്മിച്ച പുനർജന്മം എന്ന ചിത്രം 1972 ആഗസ്റ്റ് 18 പുറത്തിറങ്ങി. കഥ എ.ടി. കോവൂർ, തിരക്കഥാ സംഭാഷണം തോപ്പിൽ ഭാസി, ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ. പാടിയവർ യേശുദാസ്, ജയചന്ദ്രൻ, പി. സുശീല, പി. ലീല, പി. മാധുരി, സി.ഒ. ആൻഡോ. മദനപഞ്ചമി, പ്രേമഭിക്ഷുകി, ഉണ്ണിക്കൈ വളരെ വളരെ എന്നീ ഗാനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. അഭിനയിച്ച മുഖ്യതാരങ്ങൾ നസീർ, ജയഭാരതി, ബഹദൂർ, പ്രേമ, അടൂർവാസി, മുതുകുളം, പറവൂർ ഭരതൻ, മാസ്റ്റർ രഘു, സുജാത, ഖദീജ. ഛായാഗ്രഹണം മെല്ലി ഇറാനി. സംവിധാനം കെ.എസ്. സേതുമാധവൻ. ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ ഇറോട്ടിക് സൈക്കിക് ത്രില്ലറാണ് ഈ ചിത്രം. യുക്തിവാദിയും മനഃശാസ്ത്രജ്ഞനുമായ എ.ടി. കോവൂർ പ്രസിദ്ധീകരിച്ച കേസ് ഡയറിയാണ് ഈ ചിത്രത്തിൻ്റെ പ്രമേയം. ഈ ചിത്രം പിന്നീട് തമിഴിൽ മറുപിറവി എന്ന പേരിൽ റീമേക്ക് ചെയ്തു. തെലുങ്കിൽ വിന്ത കഥ എന്ന പേരിലും റീമേക്ക് ചെയ്തു. കഥ: രാധ സുന്ദരിയായ കോളേജ് വിദ്യാർത്ഥിനിയാണ്. ധനികനും വിഭാര്യനുമായ പണിക്കരുടെ ഏക സന്തതിയും. ഡിഗ്രി പഠനം കഴിഞ്ഞാൽ മകളെ അനന്തരവന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അമ്മയെ അതീതമായി സ്നേഹിക്കുന്ന യുവാവാണ് അരവിന്ദൻ. കവിയാണ്, കലാകാരനാണ്, കോളേജ് അധ്യാപകനാണ്. അമ്മ മരിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ രാധ പഠിക്കുന്ന കോളേജിൽ അധ്യാപകനായി അവൻ എത്തി. അമ്മ മരിച്ച ദുഃഖം സഹിക്കാൻ വയ്യാതെ സ്ഥലം മാറ്റം വാങ്ങി വന്നതാണ് അരവിന്ദൻ. അമ്മയായിരുന്നു അവൻ്റെ ലോകം. തറവാടിയായ അരവിന്ദൻ രാധയുടെ അധ്യാപകനാണ്. പഠനത്തിൽ അല്പം പിന്നോക്കം നിന്നിരുന്ന രാധയ്ക്ക് കോളേജിൽ വച്ചു തന്നെ ട്യൂഷൻ നൽകി അയാൾ. അത് ചില അപവാദങ്ങൾക്ക് കാരണമായപ്പോൾ ട്യൂഷൻ അവളുടെ വീട്ടിലേക്ക് മാറ്റി. അരവിന്ദന് രാധയോട് പ്രണയം തോന്നി. അവളുടെ അച്ഛനോട് രാധയെ വിവാഹം കഴിച്ച് തരണമെന്ന് അവൻ അഭ്യർത്ഥിച്ചു. എന്നാൽ അവളുടെ വിവാഹം നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതുകൊണ്ട് പണിക്കർ ആ അഭ്യർത്ഥന തള്ളിക്കളയുകയാണ് ഉണ്ടായത്. പിന്നെ അരവിന്ദൻ്റെ മനസ്സിൽ ഇങ്ങനൊരു വിചാരമുള്ളതുകൊണ്ട് ഇനി ട്യൂഷൻ വേണ്ടെന്നും അയാൾ പറഞ്ഞു. ഒരു നാൾ രാത്രി രാധയെ കാണാനുള്ള ആർത്തിമൂത്ത് അവളുടെ വീട്ടുമുറ്റത്ത് അരവിന്ദൻ എത്തി. അവനെ കാണാൻ രാധയും ചെന്നു. അപ്പോഴേക്കും അരവിന്ദൻ തിരിച്ചു പോന്നു. ഈ കാഴ്ച രാധയുടെ അച്ഛൻ കണ്ടു. മകൾക്കും അരവിന്ദനോട് പ്രണയമുണ്ടെന്ന് മനസ്സിലാക്കിയ അയാൾ മകളുടെ ആഗ്രഹം നടത്തിക്കൊടുക്കാൻ തീരുമാനിച്ചു. അവർ തമ്മിലുള്ള വിവാഹം നടന്നു. എന്നാൽ പ്രേമ സുരഭിലമായിരുന്നു ജീവിതമെങ്കിലും ഒരിക്കൽ പോലും അരവിന്ദന് രാധയുമായി ലൈംഗിക ബന്ധം പുലർത്താൻ കഴിഞ്ഞില്ല. അവൾക്ക് ഒരു കുഞ്ഞുണ്ടായി കാണാനാണ് ബന്ധുക്കൾ കാത്തിരുന്നത്. കുഞ്ഞുണ്ടാകാതായപ്പോൾ നേർച്ചയും മരുന്നും മന്ത്രവുമൊക്കെ അവർ അവൾക്ക് വേണ്ടി ചെയ്തു. അതിൽ കാര്യമില്ലെന്നും യഥാർത്ഥ കാര്യം എന്തെന്നും രാധ തൻ്റെ കുഞ്ഞമ്മയായ ശങ്കരിയമ്മോട് പറഞ്ഞു. ശങ്കരിയമ്മ വഴി കാര്യമറിഞ്ഞ പണിക്കർ അവളെ വിവാഹമോചനത്തിന് പ്രേരിപ്പിച്ചെങ്കിലും സ്നേഹനിധിയായ അയാളെ പിരിയാൻ അവൾ തയ്യാറായില്ല. ഒരു രാത്രി വേലക്കാരിയായ ജാനുവിനെ അരവിന്ദൻ ബലാത്കാരം ചെയ്തത് രാധ കണ്ടു. അതോടെ വേലക്കാരിയെ പറഞ്ഞു വിട്ട ശേഷം രാധ തൻ്റെ മാതൃഗ്രഹത്തിലേക്ക് പോയി. കാര്യമറിഞ്ഞ പണിക്കർ രാധയുമായി ഒരു മനഃശാസ്ത്രജ്ഞനെ കാണാൻ ചെന്നു. കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയ ഡോക്ടർ പിന്നീട് സൗഹൃദപൂർവ്വം ഡോക്ടർ അരവിന്ദനെ വിളിച്ചു വരുത്തി ഹിപ്നോട്ടൈസ് ചെയ്തു. അമ്മയുമായുള്ള അവൻ്റെ തീവ്ര ബന്ധമാണ് അതിന് കാരണം എന്ന് കണ്ടെത്തി. അമ്മയുടെ അതേ രൂപഭാവമുള്ള രാധയെ അവൻ്റെ ഉപബോധ മനസ്സ് അമ്മയായി തന്നെയാണ് കാണുന്നത്. അതാണ് പ്രശ്നം. ഡോക്ടർ അരവിന്ദൻ്റെ രോഗം മാറ്റാനുള്ള ഉപായം പറഞ്ഞുകൊടുത്തു. അതോടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അവർക്ക് ഒരു കുഞ്ഞുണ്ടായി.